മഞ്ചേരിയിലും പരിസരങ്ങളിലും വിൽപ്പന നടത്തുന്നതിനായി ആൻഡമാനിൽ നിന്ന് കൊറിയർ സർവീസ് വഴി MDMA എത്തിച്ച കേസിൽ തൊണ്ടി സഹിതം പിടിയിലായ പ്രതികളെ മഞ്ചേരി NDPS കോടതി 15 വർഷം വീതം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും വിധിച്ചു. ഒന്നാം പ്രതി പഴയങ്കരക്കുഴിയിൽ നിഷാന്ത്, രണ്ടാം പ്രതി മലപ്പുറം ഡൌൺഹിൽ സ്വദേശി പുതുശ്ശേരി റിയാസ്, മൂന്നാം പ്രതി പട്ടർക്കടവ് സ്വദേശി സിറാജുദ്ദീൻ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രതികൾ 1 ലക്ഷം രൂപ പിഴയടയ്ക്കുകയും പിഴയടയ്ക്കാത്ത പക്ഷം 1 വർഷം അധിക തടവ് അനുഭവിക്കാനും കോടതി ഉത്തരവിട്ടു. കേസിൽ ഒരു പ്രതി കൂടി പിടിയിലാകാനുണ്ട്. നാലാം പ്രതി മുഹമ്മദ് സാബിത്ത് ഇപ്പോഴും ഒളിവിലാണ്. 2023 ഫെബ്രുവരി 21 മഞ്ചേരിയിലെ ബ്ലൂ ഡാർട്ട് കൊറിയർ സർവീസിൽ പാഴ്സലായി വന്ന മയക്കുമരുന്ന് കാറിൽ കയറ്റുന്നതിനിടെ പ്രതികളെ തൊണ്ടി സഹിതം പിടികൂടിയത്. നാലാം പ്രതി മുഹമ്മദ് സാബിത്താണ് രാജേന്ദ്രൻ എന്ന വ്യാജ മേൽവിലാസത്തിൽ ഒന്നാം പ്രതി നിഷാന്തിന്റെ പേരിൽ ആൻഡമാനിൽ നിന്ന് മയക്കുമരുന്ന് അയച്ചത്. ഗ്ലാസ് ജാറുകളിൽ അടച്ച ജാമിന്റെയും പീനട്ട് ബട്ടറിന്റെയും ഉള്ളിൽ ഒളിപ്പിച്ചായിരുന്നു മയക്കുമരുന്ന് എത്തിച്ചത്. തന്ത്രപൂർവ്വം കൊറിയറിൽ നിന്ന് പാഴ്സൽ വാങ്ങി കാറിൽ തിരികെ പോകാനൊരുങ്ങുമ്പോൾ തൊണ്ടി സഹിതം പിടിയിലാകുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ആൻഡമാനിലെത്തിയ എക്സൈസ് ക്രൈംബ്രാഞ്ചും കൊച്ചി കസ്റ്റംസും ബങ്കറിൽ സൂക്ഷിച്ച 50 കിലോയോളം മെത്താംഫിറ്റമിൻ കണ്ടെത്തി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. വിപണിയിൽ 100 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് നശിപ്പിക്കപ്പെട്ടത്. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖും സംഘവും പിടിച്ചെടുത്ത കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി NDPS കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുരേഷ് P ഹാജരായി. NDPS സ്പെഷ്യൽ കോടതി ജഡ്ജ് TG വർഗീസാണ് വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷൻ 52 രേഖകൾ ഹാജരാക്കുകയും 22 സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തു. ഈ ചാനൽ ന്യൂസ് മഞ്ചേരി.